ഡേറ്റ പിക്ചേഴ്സ് ചതുരചിത്രം എന്നുള്ള 7ാം ക്ലാസ്സിലെ അവസാനത്തെ ചാപ്റ്റർ വെറും 10 മിനിറ്റിൽ പഠിക്കാം. വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. കാരണം എക്സാമിന് എപ്പോഴും ഒരു ചോദ്യം നിന്ന് വരും. എന്ത് ടൈപ്പ് ചോദ്യമാണ് എക്സാമിന് വരിക? നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടേബിൾ തന്നിട്ടുള്ള ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈ ചാർട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. രണ്ടും അറിഞ്ഞിരിക്കണം. രണ്ടും ഞാൻ 10 മിനിറ്റിൽ പഠിപ്പിച്ചുതരാം വിത്ത് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എല്ലാ ക്ലാസ് എക്സാമിനർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി ഫസ്റ്റ് തന്നെ മനസ്സിലാക്കേണ്ട ബാർ ഗ്രാഫ്. എന്താണ് ഈ ബാർ ഗ്രാഫ് അഥവാ ചതുരചിത്രം? വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കിയേ, ഈ ഫുഡ് 35% ഹെൽത്ത് 25% എന്ന് കാണിക്കാനുള്ള ഈ പെട്ടി എങ്ങനെയാണ് ഒരു ഗ്രാഫായിട്ട് കാണാം? ഗ്രാഫായിട്ട് നമുക്ക് വൃത്തിയിൽ കാണാൻ പറ്റൂലേ? കാണുമ്പോൾ രസമല്ലേ? ഇത് കാണുമ്പോൾ രസമല്ല. അപ്പോൾ നോക്കിയേ, ഫുഡ് 35%. ഈ പെർസെൻറ്റേജ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം 100 ടോട്ടൽ 100%-ലാണല്ലോ മൊത്തം വരിക. അപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ 100 വരെ കൊടുത്തു. 35 വരുന്നിടത്ത് ഫുഡ് നിർത്തി. ഫുഡിൻ്റെ റെക്റ്റാങ്കിൾ വരച്ചു അഥവാ ബാർ വരച്ചു, ചതുരം വരച്ചു. ഫുഡ്. ഹെൽത്ത് എത്രയാണ്? 25 വരെ വരച്ചു. എഡ്യൂക്കേഷൻ എത്ര? 20 വരെ വരച്ചു. അതേഴ്സ് എത്രയാണ്? 15 വരെ വരച്ചു. ഇതിങ്ങനെ വരയ്ക്കും. ഇതിങ്ങനെ തന്ന ഓർഡറിൽ തന്നെ ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറയുന്ന ഓർഡറിൽ എടുക്കാം, ഇഷ്ടമുള്ള പോലെ. കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും ഫുഡ് കൂടുതൽ, പിന്നെ നമ്പേഴ്സ് ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇനി ഇതല്ലാതെ എന്താണ് നിങ്ങൾ ഈ വർഷം പഠിക്കുന്നത്? നിങ്ങൾ പഠിക്കുന്ന പൈ ചാർട്ട്. ഓക്കെ, വൃത്തചിത്രം. ഒരു പൈ, ഒരു പിസ്സ കട്ട് ചെയ്ത് വെക്കുന്ന പോലെ ഉണ്ടാവും. ഓക്കെ, ഇതിൽ നിങ്ങളുടെ ഒറ്റയടിക്ക് നോക്കിയാൽ മനസ്സിലാവും ഫുഡ് എന്ന് പറഞ്ഞാൽ വലുതാണ്, ഉള്ളതിൽ ഏറ്റവും വലുതാണ് അല്ലേ? ഉള്ളതിൽ ഏറ്റവും വലുത്. പിന്നെ ഹെൽത്ത്, പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ കുറച്ചുകൂടി ചെറുത് അതേഴ്സ്, പിന്നെയും കുറച്ചുകൂടി ചെറുത് സേവിങ്സ്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കണം, സാറേ ഈ ഒരു പെട്ടി തന്നാൽ എങ്ങനെയാണ് പൈ ചാർട്ട് വരയ്ക്കുക, അല്ലെ പൈ ചാർട്ട് തന്നാൽ എങ്ങനെയാണ് പെട്ടി ആക്കി ഏകദേശം ഊഹിക്കാൻ പറ്റുക? പൈ ചാർട്ട് ആകുമ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ ഇല്ല, നമുക്കൊരു ഊഹം. ഇത് 35-40% ആണോ അല്ലെങ്കിൽ 30 ആണോ എന്ന് പറയാൻ പറ്റില്ല. 35% ഒന്ന് ഗസ് അടിക്കാൻ പറ്റൂല. നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ നോക്കിയേ, ഹെൽത്ത്. സാറേ ഈ ഹെൽത്ത് എങ്ങനെയാണ്, ഈ എത്ര ഡിഗ്രി ഇവിടെ എടുക്കണം എന്ന് മനസ്സിലാക്കുക. നമുക്ക് വരയ്ക്കാൻ പറയാം, ഇങ്ങനെ ഒരു പെട്ടി തന്നിട്ട് വരയ്ക്കാൻ പറയാം, എങ്ങനെയാണ് ചെയ്യുക? വളരെ സിമ്പിൾ. നമ്മളൊരു സർക്കിൾ മൊത്തം എടുക്കുകയാണ്. 360 ഡിഗ്രി എന്നുള്ള കാര്യമുള്ള ഒരു വൃത്തത്തിൽ മൊത്തം 360 ഡിഗ്രിയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ടോട്ടൽ എത്രയാണ് മക്കളെ? ഇതെല്ലാം കൂടി കൂട്ടിയാൽ, ഈ എമൗണ്ടുകളെല്ലാം കൂട്ടിയാൽ, പെർസെൻറ്റേജ് ആയതുകൊണ്ട് 35, 25 ഇതൊക്കെ കൂട്ടിയാൽ എത്രയാണ്? 100 അല്ലേ വരിക? 100 അല്ലേ ടോട്ടൽ വരിക? ആയിക്കോട്ടെ, 100 വരിക, കാരണം പെർസെൻറ്റേജ് ആയതുകൊണ്ട്. ഇനി ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ ഹെൽത്തിന് സാറേ, ഹെൽത്തിന് എത്ര ഡിഗ്രിയാണ് മുറിക്കേണ്ടത്? ശരിക്കും ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, പക്ഷെ നമ്മളിങ്ങനെ മുറിക്കുക. അപ്പോൾ ഹെൽത്തിൽ 20%. അപ്പോൾ 25 ബൈ ടോട്ടൽ എത്രയാണ്? 100. 25% ടോട്ടൽ 25/100 ഇൻറ്റു എന്താ ചെയ്യുക? 360 ഡിഗ്രി. 360 ഡിഗ്രി, കാരണം നമ്മൾ 25/100 ഇൻറ്റു 360 നമ്മുടെ വൃത്തത്തിലേക്ക് ആക്കുക, സർക്കിളിലേക്ക് ആക്കുക. അപ്പോൾ എത്ര വരിക? ഇത് കട്ട് ചെയ്ത 1/4 കിട്ടി. 1/4 360/4 എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയാണ് മക്കളെ? ഹെൽത്തിന് നമ്മൾ മുറിക്കുക 90 ഡിഗ്രി. കണ്ട ഒരു റൈറ്റ് ആംഗിൾ പോലെയല്ലേ? കറക്റ്റാണ്. ഈവൻ എത്ര മുറിക്കുക? എഡ്യൂക്കേഷൻ എത്ര മുറിക്കുക? എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ 20%. ഓക്കെ, അപ്പോൾ 20/100 ടോട്ടൽ ഇൻറ്റു 360. ഓക്കെ, ഇത് എത്രയാണ്? 1/5. ഓക്കെ, 360/5 എന്ന് പറയുമ്പോൾ ഏകദേശം എത്ര വരിക? 18 ആണോ? 18 വരിക. നമുക്ക് ഇതിൻ്റെ തൊട്ട് താഴെ വരിക 360/5. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 ആകുമ്പം 90, 80 എത്ര വരും? 360/5. ഞാൻ ഒന്ന് വേണം ചെയ്തോട്ടെ, ഒരു 360/5 72 ഡിഗ്രി. ഓക്കെ, 72 ഡിഗ്രി. അപ്പോൾ ഇവിടെ എത്ര വരിക? എഡ്യൂക്കേഷനിൽ 72 ഡിഗ്രി. ഇനി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് അതേഴ്സിന് എത്ര വരിക? നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഓക്കെ, എത്ര ഡിഗ്രി വരും? എങ്ങനെ ചെയ്യുക? 15 ടോട്ടൽ ഇൻറ്റു 360. ഓക്കെ, ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്തേ. അപ്പോൾ എത്ര ഡിഗ്രി വരുന്നത് മനസ്സിലാവും. ഓക്കെ, ഞാനിവിടെ ആൻസർ കൊടുക്കാം, പക്ഷേ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ. ഇനി എക്സാമിന് വന്നൊരു ചോദ്യം നമുക്ക് ചെയ്യാം. നോക്കിയാൽ ദ പൈ ചാർട്ട് ബിലോ ഷോസ് ഹൗ ദ ടോട്ടൽ കൾട്ടിവേറ്റബിൾ ലാൻഡ്. ഓക്കെ, കൾട്ടിവേൽ ലാൻഡ്. ഓക്കെ, ബേസിക്കലി കർഷകൻ ചെയ്യാൻ പറ്റുന്ന ലാൻഡ്. ഓക്കെ, ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഓരോന്നിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഇനി ചോദിച്ച ചോദ്യം മലയാളത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ ടെക്സ്റ്റ് ബുക്ക് ചോദ്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം നോക്കുക, കൃത്യമായിട്ട് മനസ്സിലായല്ലോ. നിങ്ങൾ ആൻസർ നോക്കരുത് കേട്ടോ. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. ഫോർ വിച്ച് ക്രോപ്പ് ഇസ് ദ മോസ്റ്റ് ലാൻഡ് യൂസ്? ഏറ്റവും കൂടുതൽ ലാൻഡ് ഏതിനാണ് ഉപയോഗിക്കുന്നത്? കണ്ടാൽ മനസ്സിലായി അല്ലേ? എടാ, ഈ വെജിറ്റബിൾസിനാണോ അല്ലെങ്കിൽ അതേഴ്സിനാണോ? ഏറ്റവും കൂടുതൽ ക്രോപ്പ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഇസ് ദിസ്? അതേഴ്സ് എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാം കൂടി കൂട്ടിയിട്ട്, അപ്പോൾ നമുക്കത് കൂട്ടാമല്ലോ. അപ്പോൾ വെജിറ്റബിൾസ് ആണല്ലോ ആൻസർ? വെജിറ്റബിൾസ് ആണ്. ഓക്കെ, വെജിറ്റബിൾസ് പച്ചക്കറിക്കാണ്. ഓക്കെ, വെജിറ്റബിൾസ്. ഓക്കെ, ഇനി അപ്രോക്സിമേറ്റ്ലി ഏത് ഫ്രാക്ഷൻ, എത്ര ഭാഗമാണ്? അത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് വരച്ചു നോക്കും മക്കളെ. ഇതാണ് 4 ഭാഗം. നോക്കിയാൽ ഇത് 25, ഇത് 25 1/4. ഓക്കെ മക്കളെ, ഏകദേശം 1/4 വലുതുണ്ട് അല്ലേ? നിങ്ങൾ 1/4 എഴുതിയാലും കുഴപ്പമില്ല. 1/4 വലുതെന്താ? 1/3 എന്ന് പറയാം. ഓക്കെ, 1/4 എഴുതാം. ഓക്കെ, 1/4 എഴുതിയാൽ മതി. ഏകദേശം 1/4 എഴുതിയാൽ മതി.
ഓക്കെ, ഏകദേശം ആരും കറക്റ്റ് നോക്കാമെന്ന് പോകുന്നില്ല. ഓക്കെ, നിങ്ങൾ 1/2 എന്ന് എഴുതരുത്, കാരണം എന്താ അത് പകുതിയോ. ഓക്കെ, ഫോർ വിച്ച് ക്രോപ്പ് ഇസ് ദ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ലാൻഡ് യൂസ്? ഏറ്റവും കുറവ് ഏതാ? ഇവനെ കണ്ടാൽ മനസ്സിലല്ലേ, ഇതേതാ? ഇത് റൈസ്, ചോറ്. ഓക്കെ, അരി, റൈസ്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ ഇസ് യൂസ്ഡ്? ഏകദേശം നിങ്ങൾ നോക്കിയ മക്കളെ, ഇത് എല്ലാം 1/4, അതെല്ലാം കൂടി പകുതിയാക്കിയാൽ 1/8. ഓക്കെ, 1/8 ഇവിടെ 1 2 3 4 5 6 7 8. ആ 1/8 ചെറുതല്ലേ? അപ്പോൾ ഒന്നും കൂടി വരച്ചോ. ഇപ്പം എത്രയായി? 1 2 3 4 5 6, ഒരെണ്ണം കൂടി 10. ഓക്കെ, ഏകദേശം ഇത്ര നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഇത്ര 1/20 എന്നൊക്കെ കൊടുക്കാം. ഓക്കെ, നിങ്ങളൊന്ന് വരച്ച് നോക്കും, ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയേ. പകുതിയാക്കി, കാലാക്കി, പിന്നെ ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഏകദേശം 20 ഭാഗങ്ങളാക്കും ചിലപ്പോൾ പറഞ്ഞാവും ഏകദേശം. അപ്രോക്സിമേറ്റ്ലി വാട്ട് ഫ്രാക്ഷൻ ഇസ് യൂസ് ഫോർ റബ്ബർ? റബ്ബർ എവിടെ പോയി? റബ്ബർ എന്ന് പറയുമ്പോൾ മഞ്ഞ കളറ് നോക്കിയേ, ഇത് 1/4. 1/4 കുറച്ചുകൂടി ചെറുത്, ഒരു 25% കുറച്ച് കുറവ് ചെയ്തവരെ 20%. അപ്പോൾ 1/5 നടാം. 1/5 1/4 ചെറുത് സാറേ 1/3 ആണോ? അല്ല, 1/3 വലുതാണ്. ഓക്കെ, 1/5 ഞാൻ ഏകദേശം കൊടുക്കുന്നു, കാരണം 1/4 ചെറുത്. ഓക്കെ, ഇതിന് ആൻസേഴ്സ് ഞാൻ ഏകദേശം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാ നോക്കിയേ, മോസ്റ്റ് ലാൻഡ് ഇസ് യൂസ് ഫോർ അതേഴ്സ്. പക്ഷേ അതേഴ്സ് നമുക്ക് കൂട്ടണ്ട കേട്ടോ, അതേഴ്സ് എന്നുള്ള വെജിറ്റബിൾ ചോദിച്ചുകൊണ്ടാണ്. പിന്നെ 1/3, 1/50. 1/50 ആണ് ഏകദേശം വരിക. 1/20 കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ആരും എക്സാമിന് അങ്ങനത്തെ ഒരു കൺഫ്യൂസിങ് ചോദ്യമൊന്നും വരില്ല. ഈ ഒരു ചോദ്യം ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് പോകുമ്പോൾ അതോടെ 10 മിനിറ്റ് ചാപ്റ്റർ തരുന്നു. ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഗാലൻ സാറിന്റെ ക്ലാസ് ആണ്, മറക്കണ്ട. ഇനി ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസ് ഉണ്ട്. ബസ് ഉപയോഗിക്കുന്നു മക്കളെ, എഴുതിക്കോ. നിങ്ങളൊരു പെട്ടി പോലെ സ്കൂൾ ബസ്. ഓക്കെ, സ്കൂൾ ബസ് 20. ഓക്കെ, വാക്ക് ചെയ്യുന്നത് 15. ഓക്കെ, ബൈസിക്കിൾ 5. ടോട്ടൽ എത്രയാണ്? ടോട്ടൽ നോക്കിയാൽ 40 ആണെന്ന്. 40 ശരിയാണ്. നോട്ട്. ഡ്രോ പൈ ചാർട്ട്. മക്കളെ, പൈ ചാർട്ട് നമുക്കിനി വിഷയം എന്താണ്? നമുക്കിനി ഡിഗ്രിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ 360 ഡിഗ്രിയിൽ എത്ര ഡിഗ്രി നമ്മൾ മുറിക്കണം എന്ന്. ഓക്കെ, ഇപ്പോൾ 20-ന് എത്ര മുറിക്കണം, 20 ഡിഗ്രിക്ക് എത്ര മുറിക്കണം, 20 കുട്ടികൾക്ക് എത്ര മുറിക്കണം. അപ്പോൾ നമ്മളൊരു പൈ ചാർട്ട് വരയ്ക്കാൻ വട്ടം വരയ്ക്കുക, കോമ്പസിറ്റ് ഒരു വട്ടം വരയ്ക്കുക, അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിലെ ടോപ്പോ നനയ്ക്കാതിരിക്കാൻ നോക്കാം. ഓക്കെ, ഈ സ്കൂൾ ബസ് 20 ആൾക്കാർ പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 20, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? അവിടെ ആ 20 എത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ 20 ടോട്ടൽ എത്രയാ? 40 × 360. ഓക്കെ മക്കൾ, 20ഉം 40 എന്ന് പറഞ്ഞാൽ 1/2. 360ൻ്റെ പകുതി എത്ര? 180 ഡിഗ്രി. മക്കൾ ഇവിടെ 180 ഡിഗ്രി. അപ്പോൾ ഞാൻ പകുതി 180 എന്ന് പറയുമ്പോൾ നേരെ ഒരു വരെയാണ്. ഇതാണ് സ്കൂൾ ബസ്. ഓക്കെ, ഇതാണ് പകുതി ഞാൻ സ്കൂൾ ബസ്സിന് കൊടുക്കുന്നു. സ്കൂൾ ബസ്, അടിപൊളി. 15 എന്ന് പറയുമ്പോൾ എത്രയാ? 15/360. ടോട്ടൽ എത്രയാ? 40 × 360. ഓക്കെ, ഇവിടെ പൂജ്യങ്ങൾ വെട്ടിക്കായി 0 വെട്ടി, ഈ 0 വെട്ടി. 360/4 എത്രയാ മക്കളെ? 9. ഓക്കെ, 9 × 15 എത്രയാ? 135. 135 ഡിഗ്രി. അപ്പോൾ 135 ഡിഗ്രി ഇവിടെ കിട്ടി. ഓക്കെ, വാക്ക് ചെയ്യുന്നത് 135 ഡിഗ്രി കിട്ടി. 135 എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്ര ഉണ്ടാവും. ഇത് 135 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, ഇത് 180 ഡിഗ്രി. ഓക്കെ, അതെത്രയാ? വാക്ക് ചെയ്യുന്നവർ മക്കൾ. ഇനി ആകെ ബൈസിക്കിളേ ഉള്ളൂ, അത് 5 ആണ്. 5/40 1/8. 360/8 എന്ന് പറയുമ്പോൾ എത്ര വരിക? 4 എന്ന് പറയുമ്പോൾ 90. 45. ഇത് 45 ഡിഗ്രി തന്നെ വന്നോളും. ഓക്കെ, 45 ഡിഗ്രി എത്രയാ? തന്നെ ബൈസിക്കിൾ വന്നോളും. 3 വരച്ച 4ാമത്തെ തന്നെ വന്നോളും. സ്കൂൾ ബസ് പകുതി, അപ്പോൾ വാക്ക്, പിന്നെ ഇത് വേണേ കളർ ചെയ്ത് നിങ്ങളുടെ എക്സാമിൽ ടീച്ചർ പഠിപ്പിച്ച പോലെ. ഓക്കെ, അപ്പം ഡിഗ്രികൾ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് 180, 135, 45. ഇനി ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുക എത്ര ഡിഗ്രികളാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് ആൻസർ ചെയ്യുക. ഓക്കെ, റെഡി. ഇനി എക്സാമിന് വന്നിട്ടുള്ള ഈ ചോദ്യം ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്താൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി എക്സാം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് പ്രതീക്ഷിക്കേണ്ടത്. ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് വരാൻ പോകുന്നത്. ഓക്കെ, ദ ഫിഗർ ഷോസ്. മക്കളെ, ഇതിന് മലയാളം മീഡിയം ഞാൻ കാണിച്ചു തരാം. ഇതാണ് മലയാളം മീഡിയം. പോസ് ചെയ്തിട്ട് നോക്കുക, രണ്ടാളും പഠിച്ചു പോകണം. ഓക്കെ, ദ ഫിഗർ ഷോസ് ഇൻഫർമേഷൻ അബൌട്ട് ഹോബീസ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ്. കുട്ടികളുടെ ഒരു ഹോബീസ് ആണ്. വിച്ച് ഹോബി ഡു ചിൽഡ്രൻ ലൈക്ക് ദ മോസ്റ്റ്? മക്കൾ, ഏറ്റവും വലുത് ആരാണ്? ഇപ്പം അതേഴ്സ് ഉണ്ട്, അതല്ലാതെ ഡ്രോയിങ് ആണ്. ഡ്രോയിങ്ങിനെക്കാട്ടും വലുതൊന്നുമില്ലല്ലോ, അപ്പോൾ നമ്മൾ എഴുതിക്കോ ഡ്രോയിങ്. അപ്പോൾ ഡ്രോയിങ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. നമുക്ക് വേണം ഇവിടെ വലുത് എ, ഡ്രോയിങ്, വരയ്ക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്. ബി, വിച്ച് ഹോബീസ് ലീസ്റ്റ് ലൈറ്റ്? ഒട്ടും ഇഷ്ടമല്ല. ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ്. ഓക്കെ മക്കൾ, ഏറ്റവും ചെറുത് എന്താണ്? അതേഴ്സ് വലുതാണ്, മ്യൂസിക് വലുതാണ്, റീഡിങ്. ഡാൻസ് ആണ് എല്ലാം വെച്ച ചെറുത് അല്ലേ? ഡാൻസ്. സി എന്താണ്? ഇഫ് ദോസ് ഹൂ സെലക്ട് മ്യൂസിക് ആർ 1/8 പാർട്ട്. 1/8 മക്കൾ, ഇത് 8 ഭാഗം ഇങ്ങനെ മനസ്സിലായി. ഇത് 4 ഭാഗമാക്കി. 8 ഭാഗമാക്കുമ്പോൾ ശരിയാ, മ്യൂസിക് എന്ന് പറഞ്ഞാൽ 1/8 ആണ്. ഓക്കെ,
വാട്ട് ഈസ് ദ പാർട്ട് ഓഫ് ടോട്ടൽ ഓഫ് ദോസ് ഹൂ സെലക്ട് ഓഫ് ഡ്രോപ്പ് യു. മക്കൾ നോക്കേ, സി മ്യൂസിക് എന്ന് പറഞ്ഞാൽ 1/8 ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഓഫ് ടോട്ടൽ. വാട്ട് ഈസ് ദ പാർട്ട് ഓഫ് ദ ടോട്ടൽ ഓഫ് ദോസ് ഹൂ സെലക്ട് ഡ്രോയിങ് ആസ് ഹോബി. അപ്പോൾ ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര ഭാഗമാണ്? ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. മക്കളെ മ്യൂസിക് 1/8 എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എത്ര മ്യൂസിക് ചേർന്നാലാണ്, ഓക്കെ, എത്ര മ്യൂസിക് ചേർന്നാലാണ് ഡ്രോയിങ് വരിക എന്ന് ആലോചിച്ച് വളരെ സിമ്പിളായിട്ട് ഒന്ന് ഗസ് ചെയ്തേ. ഓക്കെ മക്കളെ, മ്യൂസിക് ഒരെണ്ണം കൂടി വന്നാൽ ഇവിടെ ഒരു മ്യൂസിക്കായി, 2 മ്യൂസിക്കായി, 3 മ്യൂസിക് വന്ന ഏകദേശം ഡ്രോയിങ് കിട്ടി. നിങ്ങൾക്ക് വിശ്വാസമായല്ലോ അല്ലേ മ്യൂസിക്കിൻ്റെ? അല്ലെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ വരയ്ക്കുമ്പം ഇത് 4 ഭാഗം 1/4 ആണ്. ഓക്കെ, അപ്പോൾ ഇത് 1/4 ഉണ്ട് പ്ലസ് ഒരു ഭാഗം കൂടി, അപ്പോൾ ശരിയല്ല. അപ്പോൾ നോക്കിയേ, ഇപ്പം 4 ഭാഗമാക്കിയിട്ട് കറക്റ്റ് 8 ഭാഗമാക്കിയാലോ? 8 ഭാഗം ഇപ്പം 8 അല്ല, 1 2 3 4 5 6 7 8. ഇനി നോക്കിയേ, 8 ഭാഗത്തിൽ എത്ര ഉണ്ട്? 1 2 3. അപ്പം മക്കളെ 8 ഭാഗത്തിൽ നോക്കിയേ, 4 ഭാഗമാക്കി 8 ഭാഗമാക്കി, 8 ഭാഗത്തിൽ ഒരെണ്ണം മ്യൂസിക്കാണ്. അപ്പോൾ നോക്കിയാൽ 1 2 3 ഡ്രോയിങ് ആണ്. അപ്പം 3/8 ആണ് ഓഫ് ടോട്ടൽ ആണ് ഡ്രോയിങ്ങിന്, അല്ലേ? അത് നമുക്ക് അങ്ങനെ വരച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളൊരു മ്യൂസിക്കിൻ്റെ ഒരു 3 ഇരട്ടി എടുത്താൽ ഏകദേശം സാറേ വരുന്ന ഉള്ളൊരു ഐഡിയ 3 ഓഫ് മ്യൂസിക് എന്ന് എടുക്കാം. ഓക്കെ, വേഗം പറഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് പാർട്ട് ഓഫ് ടോട്ടൽ ഇസ് ദോസ് ഹൂ സെലക്ട് റീഡിങ് ആൻഡ് ഡാൻസിങ്? നോക്കിയാൽ വീണ്ടും നിങ്ങൾ 8 ഭാഗമായിട്ട് മുറിച്ചേ. 8 ഭാഗം. ഇത് റീഡിങ്ങും മ്യൂസിക്കും ഒക്കെ ഏകദേശം സെയിം ആണ്, പക്ഷെ കുറച്ചുകൂടി വലുതാണ് അല്ലേ? റീഡിങ്ങും മ്യൂസിക്കും ഇവിടെ ചോദിച്ചത് റീഡിങ്ങും ഡാൻസിങ് കൂടിയാണ്. റീഡിങ്ങും ഡാൻസിങ് കൂട്ടുമ്പോൾ നോക്കിയാൽ മക്കളെ, ഇതാ 1/4 ഭാഗമല്ലേ? നോക്കിയാൽ 4 ഭാഗമായിട്ട് മുറിച്ചു. അപ്പോൾ 1 2 3 4 4 ഭാഗത്തിൽ ഒരു ഭാഗമല്ലേ നമ്മുടെ ആൻസർ വരുന്നത്? അപ്പോൾ 1/4. അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ 1/4. റൈറ്റ് അനദർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ് ഫിഗർ. അത് വളരെ സിമ്പിളാണ്. എന്താണ് അതേഴ്സ് എത്ര? വാട്ട് ഈസ് ദ ടോട്ടൽ, വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് ഫ്രാക്ഷൻ ഓഫ് അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഇടാം. വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ ഓഫ് ഓഫ് ഡ്രോയിങ് ആൻഡ് മ്യൂസിക്? ഡ്രോയിങ്ങും മ്യൂസിക്കും കൂടി കൂട്ടി എത്ര? 1/2 ആവും, പകുതിയാവും എന്നൊക്കെ കൊടുക്കാം. ഓക്കെ, ആൻസേഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അപ്പോൾ 10 മിനിറ്റിൽ ഈ ചാപ്റ്റർ തീർത്തു. ഞാനൊരു ഹിൻഡ് തരാം മക്കൾ, വളരെ സിമ്പിളാണ്. RTO ടേബിൾ കൊടുത്തിട്ടുണ്ട്, വേരിയസ് ടൈപ്സ് റേസ്. ഫസ്റ്റ് ബസ് എത്ര ഉണ്ട്? 10%. പെർസെൻറ്റേജ് ആകുമ്പോൾ ടോട്ടൽ 100 ആട്ടോ വരിക, അത് ഓർത്ത് വെച്ചോ. ഓക്കെ, ഇനി എന്താണ് വേണ്ടത്? ഓരോ വണ്ടികൾ തന്നിട്ട് ഡ്രോ ആ പൈ ചാർട്ട്. ഓരോന്നിന് ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു പെട്ടിയും കൂടി വരയ്ക്കുക ഡിഗ്രിക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഡിഗ്രി എത്ര സർക്കിളിൽ? മക്കളെ 10% തരുമ്പോൾ 10 ടോട്ടൽ ഇൻറ്റു 360. മക്കളെ ഇത് രണ്ടും കട്ട് ചെയ്ത് എത്ര കിട്ടുക? 36 ഡിഗ്രി. ഇവിടെ 36 ഡിഗ്രി. നിങ്ങൾ എന്ത് ചെയ്യാം? ബാക്കിയുള്ളത് കമൻറ്റ്. 25 എന്ന് പറയുമ്പോൾ എത്രയാണ്? എനിക്ക് തോന്നുന്നത് 90 ഡിഗ്രി വരും, പിന്നെ 72 അങ്ങനെ എന്താ വരും, ഇങ്ങനെ ഓരോന്ന് വരും. കമൻറ്റ് ചെയ്യുക എത്ര ഡിഗ്രി, അത് വെച്ചിട്ട് ചെയ്താൽ മതി. അതോടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. എക്സാമിന് വന്നിട്ടുള്ള എല്ലാ ടൈപ്പും ചെയ്തു. ആൻഡ് ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു വിത്തിൻ 10 മിനിറ്റ്സ്. ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അൽസറിൻ്റെ ബാക്കി ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാമിനറോടെ ഫുൾ ടൈം പഠിക്കാൻ ഞാനുണ്ടാവും. ഓക്കെ, ബൈ ബൈ.